ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇനിയൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഡിവൈനോട് ചോദിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ എനർജി പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് തോന്നിപ്പിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. എന്നാൽ മോസ്റ്റ് ഓഫ് 80% ഓഫ് ആൾക്കാർക്കും റീസണേറ്റ് ആകുന്നത് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുന്നത് പേഴ്സണൽ റീഡിങ്ങിലൂടെ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിൽ ഇനിയൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 മിനിറ്റ് കണ്ണടച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ആ പേഴ്സൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിൽ ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗിവ് മീ ദ ആൻസർ. Roots, threads, wisdom, guidance, focus, sincerity, eclipse. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, കുറേ പേർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. റൂട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലോട്ട്സ് ഓഫ് അൺനോൺ ട്രൂത്ത് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ്. ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇതൊരു സാധാരണ റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറകിലായിട്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ, ഈ ഒരു ജന്മം വന്നതിൻ്റെ ഉദ്ദേശവും അങ്ങനെ ഒരുപാട് സീക്രട്സ്, അത് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ വെളിപ്പെടുന്നില്ല. ഒരുപാട് സീക്രട്സുകൾ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് നമുക്കിവിടെ നിന്നൊരു എനർജി കിട്ടുന്നത്. നമ്മളുടെ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങളറിയാത്ത ഒരുപാട് അൺനോൺ ട്രൂത്ത്സുകളുണ്ട്. അത് നിങ്ങൾ അറിയേണ്ട സമയമാകുമ്പോൾ യൂണിവേഴ്സ് ഓരോന്നുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക്, അതിനൊക്കെ ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിലേക്ക് പല സത്യങ്ങളും നിങ്ങൾ കുറേ പേരെങ്കിലും ഒരുപാട് സത്യങ്ങൾ ഇതിൽ കുറേ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇതെന്താണ്, ഇത് നിങ്ങൾ ഈ ഒരു ജന്മം കണക്റ്റഡ് ആവേണ്ടതായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. വൺസ് ആ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ട് മുന്നോട്ടേക്ക്, അതിലാണ് എന്താ പറയുക, ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്നൊക്കെ പറയില്ല, അതിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കീ ഇരിക്കുന്നത്. ആ കീ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് എങ്ങനെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു സത്യം അതിൽ ഉണ്ട് എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് തെളിയുന്നത്. ഓക്കെ, നമ്മളുടെ ആ ഒരു എനർജിയാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2 പേരും ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആയതിന് ശേഷം നിങ്ങൾ ഏറെക്കുറെ പേർക്കും എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ തന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. മറ്റാരുമായിട്ടും നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഇത്രയും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന സമയം നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ ഇഷ്ടത്തിൽ പോയിട്ടുള്ള വ്യക്തികളുമാണ്. എന്നാൽ ലൈഫിൽ ഒരിക്കൽ പോലും നിങ്ങൾ ചിലപ്പോൾ മോശപ്പെട്ട വാക്കുകൾ പോലും അധികം ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മുഖത്ത് നോക്കി പറയാത്ത ആളുകൾ പോലും ആയിരിക്കണം നിങ്ങൾ. പക്ഷേ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ സമനില തെറ്റാന്നൊക്കെ പറയില്ലേ, അവർ നിങ്ങളോട് ചെയ്യുന്ന ചെറിയ രീതിക്കാണെങ്കിൽ പോലും ഉള്ളൊരു വഞ്ചന അല്ലെങ്കിൽ അവഗണന, അല്ലെങ്കിൽ അവരുടെ
തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ ഇടുന്ന ഒരവസ്ഥ അതൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിൽക്ക് നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ തന്നെ കൺട്രോൾ നഷ്ടപ്പെടുന്ന രീതിയിൽ പോലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതും ചിലവർക്ക്, എല്ലാവർക്കുമല്ല, ചിലവർക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു വഴക്കിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹ ഉപദ്രവം ചെയ്യുക. പിന്നെ എന്താ പറയുക, വഴക്കുകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇതൊന്നും നിങ്ങളെ ലൈഫിൽ മറ്റൊരാളുടെ അടുത്തും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിന് നിൽക്കുന്ന ഒരാളെടുത്തും അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെന്ന വ്യക്തിയുടെയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെയും അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഓഫ് ഗുഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറും ഇവരുടെ മുമ്പിലായിരിക്കും നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരിക്കുക. അവരും അങ്ങനെ തന്നെയാണ്. അവരുടെ പല രഹസ്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളെന്ന വ്യക്തിക്ക് അവരുടെ ഏറെക്കുറെയുള്ളൊരു രഹസ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആരും അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് ഡിവൈൻ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും നിങ്ങളെന്ന വ്യക്തി ഒരാളുടെ അടുത്തിലേക്കും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സ്നേഹത്തിനായിട്ട് ഒരുപാട് ബെഗ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇവിടെയുള്ളൊരു എനർജി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ സോള് നിങ്ങൾ ഡയറക്റ്റ് പോയി ബെഗ് ചെയ്ത് ചിലപ്പോൾ നിൽക്കുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് താഴ്ന്ന് എന്താ പറയുക, അത്രയും എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ താഴെ പോയിട്ടുണ്ടായിരിക്കണം അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ബെഗ് ചെയ്തിട്ട്. ഓക്കെ, അത്രയും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് താഴ്ന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ആ ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് കിട്ടാൻ അവരുടെ സ്നേഹം മാത്രം മതി. അവരിൽ നിന്നും നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇവൻ നിങ്ങൾ ക്യാഷോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും നിങ്ങൾ അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഉള്ള സാധനങ്ങൾ പണയം വെച്ചിട്ട് പോലും നിങ്ങൾ ചിലപ്പോൾ ക്യാഷ് ഒപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ളവരായിട്ട് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഒരു പരിധിക്കുള്ളിലായിരിക്കില്ല നിൽക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ടുള്ളിൽ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റിലും ആരുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സോള് അവിടെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണിക്കുന്നത്. ആൻഡ് വല്ലാത്തൊരു ഭയം. ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളാണ്. വല്ലാത്തൊരു ഭയം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഉറങ്ങാൻ പോലും നിങ്ങളുടെ സോളിന് ഒരു പേടിയാണ്. കാരണം അവർ നഷ്ടപ്പെട്ടു പോകുമോ, അവർ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടേത് ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അൺനോൺ ട്രൂത്ത്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തൊക്കെയോ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല സത്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അത് നമുക്കിവിടെ പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരു എനർജി വരുന്നു. അതെന്താണോ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് എടുക്കാം. ആ പേഴ്സണൽ റീഡിങ്ങിൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്തി പറയാവുന്നതുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഡിവൈന് മുമ്പിൽ നിങ്ങൾ പലരും മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. മാരീഡ് ആയതിനു ശേഷമായിരിക്കണം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ള രണ്ട് സോളുകളുടെ എനർജിയാണ് നിങ്ങൾ തമ്മിൽ എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു വേൾഡിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഒരാളെ വിവാഹം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വേറൊരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡിവൈന് മുമ്പിലാണ് സോൾ മെസ്സേജ് അല്ലെങ്കിൽ സോൾ മാരീഡ് എന്നൊക്കെ പറയില്ലേ,
അത്തരത്തിൽ ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ള 2 സോളുകൾ എന്ന് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേരുടെ എനർജി അങ്ങനെ കിട്ടുന്നുണ്ട്. കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരും അല്ലെങ്കിലും പിന്നീട് നിങ്ങളുടെ എല്ലാം ആയി മാറിയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഈവൻ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൻ്റെ ആ വ്യക്തിയുടെ ചെറിയൊരു പേര് കേൾക്കുമ്പോഴോ എവിടെയെങ്കിലും ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം കണ്ണീന്ന് നിങ്ങളുടെ കണ്ണ് തന്നെ നിങ്ങളറിയാതെ പോലും നിങ്ങളുടെ കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഇൻസെക്യൂരിറ്റീസുകളുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കണക്റ്റഡ് ആയതിന് ശേഷം എല്ലാ ഇൻസെക്യൂരിറ്റീസും അവിടെ മാറിപ്പോയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഇവിടെ നമ്മളുടെ റീഡിങ് എന്തായിരുന്നു, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ് റീയൂണിയൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഹാഫ് ജേർണിയിലാണ് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഇപ്പോഴൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങളുടെ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജേർണി ഏകദേശം ഒരു സെക്കൻഡ് സ്റ്റേജിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സ്പിരിച്വൽ വേൾഡ് സ്റ്റേജിൽ അതിൽ നിങ്ങൾക്കിപ്പോൾ ചിലവർക്ക് തന്നെ യൂണിവേഴ്സിനോട് തന്നെ ആ ഒരു സ്പിരിച്വാലിറ്റിയോട് തന്നെ ഒരു യൂണിവേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഭയം, വല്ലാത്തൊരു ഭയമാണ് നിങ്ങളുടെ സോളിന് ഇപ്പോൾ കാണുന്നത്. വല്ലാത്തൊരു ഭയത്തിൽ കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. യൂണിവേഴ്സിനെ പോലും ഭയക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയാൽ മാത്രമേ നിങ്ങളുടെ സ്പിരിച്വൽ ഇതിലേക്ക് ആ ഒരു പേഴ്സണ് എൻ്റർ ആവാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഓരോ സ്റ്റേജ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും മിക്കപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ്. ഓരോ സ്റ്റേജ് വൈസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ ഓരോ സ്റ്റേജിലും എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓരോ സ്റ്റേജസുകളിൽ നിന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഫൈൻഡ് യുവർ സീക്രട്സ്. നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സീക്രട്സിനെ കണ്ടുപിടിക്കൂ. ഈ റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അറിയാത്ത ആ ട്രൂത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നിവിടെ നിന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഫോക്കസ് ഓൺ യുവർ എനർജി, യുവർ ഇൻറ്റൻഷൻ ഹോൾഡ് ഗ്രേറ്റ് പവർ. ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ഗൈഡൻസിനെ വക വെക്കുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസും നിങ്ങളുടെ പാത്ത് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി വേറെ കൂടിയാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് കറക്റ്റ് അല്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വലി ആയിട്ടുള്ള നോളജുകൾ കിട്ടുന്നുണ്ടായിരിക്കണം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കണം. ഒരുപാട് നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അറിയേണ്ടതായിട്ടുള്ള നിങ്ങളത് കണ്ടുപിടിക്കുക. ആൻഡ് ഷേപ്പ് യുവർ റിയാലിറ്റി. അതിനുശേഷമാണ് നിങ്ങളുടെ എന്താ പറയുക, ജീവിതത്തിന് ഒരു ഷേപ്പ് ഉണ്ടാവാൻ പോകുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ത്രെഡ്സാണ്. ആ ത്രെഡ്സ് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അത് ആ ത്രെഡ്സ് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് നിങ്ങൾ അറിയണം. അതറിയാനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ത്രെഡ്സ് എങ്ങനെ യൂസ് ആക്കണം എന്നുള്ളത് ഗൈഡൻസ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങളതിനെ അവഗണിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡ്രീംസിനെ ശ്രദ്ധിക്കുക, ചുറ്റുപാടുകളിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ എന്തായാലും ഇവിടെ ഒരു റിയൂണിയൻ സംഭവിക്കാനായിട്ട് ഉണ്ട്, സംഭവിക്കും. റിയൂണിയൻ ഉണ്ട്. അതിന് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള പാതയിൽ കൂടെ നിങ്ങൾ തിരിഞ്ഞാൽ മാത്രമാണ് അവിടെ റിയൂണിയൻ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് നിൽക്കുന്നൊരു എനർജിയാണ്. ഓക്കെ, ആ മൂവ് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, അത് നിങ്ങളുടെ കടമയാണ് ആ മൂവ് ഓൺ ആയിപ്പോയിട്ടുള്ള സോളിനെ തിരികെ കൊണ്ടുവരാനുള്ളത്. ഓക്കെ, മൂവ് ഓൺ ആയെങ്കിൽ പോലും അവിടെ ഒരുപാട് അവരുടെ ഒരു മനസ്സിൽ ഒരു കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് മോഡിലാണ് അവരുടെ എനർജി നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് സെൻസേഷൻ അവർക്ക് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആ ഒരു പാലം, നിങ്ങളാണ് ഇപ്പോൾ അവിടെ ഒരു വലിയൊരു
പുഴയാണ്. ആ പുഴയോ തോടോ എന്ത് വേണമെങ്കിലും എടുക്കാം. ആ പുഴയിൽ അല്ല ആ തോട്ടിൻ്റെ മുകളിലേക്ക് നിങ്ങളാണ് ആ ഒരു പാലം ഇട്ട് കൊടുക്കേണ്ടത് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. കാരണം നിങ്ങൾ അകറ്റിയിട്ടുള്ളത് ഡിവൈനാണ് ഇവിടെ മൂവ് ഓൺ ആക്കിയിട്ടുള്ളത്. സോ ആ ഒരു മൂവ് ഓൺ ആയിട്ടുള്ള സോളിനെ നിങ്ങളിലേക്ക് വരുത്തേണ്ട കടമ നിങ്ങൾക്കാണ്. ഓക്കെ, സോ ഇവിടെ എന്തായാലും റീയൂണിയൻ ഉണ്ട്. അതിന് നിങ്ങളാണ് പ്രയത്നിക്കേണ്ടത്. പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരെ മൂവ് ഓൺ ആയി പോയിട്ടുള്ള ആ ഒരു സോളിനെ ചെന്നിട്ട് ബെഗ് ചെയ്ത് വിളിക്കുക, അതിലല്ല കേട്ടോ. അതിലവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇറിറ്റേഷനാണ് ഉണ്ടാവുക. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് എന്താ എനിക്ക് റിപ്ലൈ തരാത്തത്, എന്താ എന്നെ വിളിക്കാത്തത്, എന്നെ മറന്നോ, അങ്ങനെയൊന്നും പോയി ചെയ്യരുതിപ്പോൾ. അത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ആയിരിക്കും. അതല്ല യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാകും. അവരിപ്പോൾ അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ ഒരു അവരുടെ പാത്തിൽ അവർ സ്വന്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കാണ് അതിപ്പോഴും ഇല്ലാത്തത്. എനിവേ, നമ്മളുടെ റീഡിങ്ങിൽ എന്തായാലും നമുക്ക് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ അഗെയിൻ ഒരു റീകണക്റ്റഡ് ആവേണ്ട ഒരു സോളാണ്. അത് ഡിവൈനായിട്ട് നിങ്ങളെക്കൊണ്ട് അത് റീയൂണൈറ്റഡ് ആക്കിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളവിടെ വെറുതെ ഇരിക്കരുത്, ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അവിടെ പോയിട്ട് അയാളെ നീ തിരികെ വാ എന്ന് പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല അവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്താണോ, നിങ്ങളുടെ ആ ഒരു പാത നോക്കുക. ആ പറയുന്ന എന്താണോ, സീക്രട്സ് എന്താണോ, അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.